പുറത്ത് പോയിട്ട് വരുന്നുട്ടാ. ചെരുപ്പൊക്കെ വെച്ചിട്ട് വരുന്നത് എന്താ ഉണ്ടായണോ അറിയില്ല. എന്താ അവിടെ കാണാൻ? ആനണ്ടാ? വാഴയൊക്കെ പറഞ്ഞെടുക്കണ്ടോ? എവിടെ? ഇവിടെയാ? വാഴയൊക്കെ പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞേ? അതെ. ആന സംഭവം വരും തന്നെ പറഞ്ഞിട്ടാ. വേറെ ചേട്ടനും പറഞ്ഞു രാത്രിയൊക്കെയാണ് കൂടുതലും വരിക. അതേപോലെ തന്നെ വന്നു പോയി കഴിഞ്ഞാൽ ഒന്നരാടമ്പടി വരും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നണേ വെള്ളം കുടിക്കാനായിട്ട് വരണായിരിക്കും. അടുത്തുള്ളൊരു ചേട്ടൻ തന്നെ കേട്ടാ. ചേട്ടാ ഇവിടെ ആന വരും എന്ന് പറയണത് സത്യം തന്നെയാണോ? ശരിയാണ്. അതെ. ഇവിടെ ഒരു 2 ദിവസം മുന്നേ ഇവിടെ റിസോർട്ട് വെള്ളച്ചാട്ടം കുറച്ചപ്പുറത്ത് കുറച്ച് ഞങ്ങൾ അപ്പുറത്തേക്ക് പോയി. അവിടെ കോൺക്രീറ്റ് ചെയ്തതിന്റെ ഒരു ഭാഗമുണ്ട്. അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആ ബോർഡൊക്കെ തട്ടിയിട്ട് പോയായിരുന്നു. രാത്രി കാലങ്ങളാണല്ലോ കൂടുതൽ. കൂടുതൽ രാത്രിയാണ് ആള് വരാറ്. ശരി. ആ വെള്ളച്ചാട്ടത്തിന് അതിനെ അങ്ങോട്ട് വന്നിട്ട് ആ പാടത്തോടൊക്കെ അങ്ങോട്ട് കയറി പോകാൻ പതിവ്. അതെ. ഇന്നലെ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലേ? ഞാൻ അവിടെ താഴ്ത്ത് വെച്ചിട്ടേ ഒരു ചേട്ടനെ കണ്ടു. അപ്പൊ ചേട്ടൻ പറഞ്ഞു ആനൊക്കെ വരാറുണ്ട് പറഞ്ഞപ്പോ നമ്മള് വിശ്വസിച്ചില്ലേ. കാരണം ഇവിടെ കഞ്ചേരിയുടെ ഇത്ര തൊട്ടടുത്തല്ലേ. അപ്പൊ അതാണ് ചേട്ടനോട് ചോദിച്ചത്. അപ്പൊ സംഭവം സത്യം തന്നെയാണല്ലേ? ആനം വെക്കും പോയിട്ടില്ല. ഇവിടെ ഉണ്ടാവും. ഇവിടുന്ന് കാട്ടിയാ അപ്പുറത്തേക്ക് നമ്മൾ ഈ പാടത്തിന്റെ ആ സൈഡിൽ കൂടെ ആയിരിക്കും അല്ലേ? അവിടെ കാടാണല്ലോ അല്ലേ മൊത്തം? ഇവിടെ അങ്ങോട്ട് കയറിയ ഒരു തോപ്പാണ്, പാറകാര തോപ്പ് എന്ന് പറയും. അതെ അല്ലേ? ആ തോപ്പിന്റെ ഉള്ളിൽ അങ്ങ് ആൾക്കാർ പോകാറില്ല. ജനവാസം ഇല്ലാണ്ട് കിടക്കുന്ന സ്ഥലമാണല്ലേ? അവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. കോട്ടേറ്റം കോയിന്നൂട്ടേറ്റം എന്നൊക്കെ പറയും. ശരി. നമ്മുടെ വടക്കാഞ്ചേരി മേൽപ്പാലം പണിതില്ലേ, ആള് വിടാൻ പറ്റത്. ഇപ്പൊ ആള് മാത്രമേ അവിടെ ഉള്ളൂ, ബാക്കിയുള്ള. ശരി. അപ്പൊ ആൾ താമസം ഇല്ലാത്ത കാരണം ആ വഴി ഇറങ്ങി വരണല്ലേ? ഇറങ്ങും. ഇവിടുന്ന് അങ്ങോട്ട് കയറിയ പറഞ്ഞു വെച്ചാ പിന്നെ വാഴക്കോട്. അപ്പൊ അവിടെയും മൊത്തം കാടും. കഴിഞ്ഞ പ്രാവശ്യം അവിടെ വാഴക്കോട് സെന്ററിൽ നിന്ന് കാട്ടിയിരുന്നു. അതെ അല്ലേ? അപ്പൊ ഇങ്ങോട്ട് കയറി വരും. ഇവിടുന്ന് നാട്ടുമ്പോ അങ്ങോട്ട് പോകും. ഈ ആ പ്രളയം ഉണ്ടായില്ലേ, അന്നാണ് അതിന് പിറ്റേ ദിവസം. നമ്മള് 2 ദിവസം മുന്നൊക്കെ ഇതില് നല്ലോണം വെള്ളം ഉണ്ടായിരുന്നോ? അതെ അല്ലേ? ആൾക്കാർക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ആൾക്കാർക്ക് പ്രശ്നമില്ല. പക്ഷെ വെള്ളത്തിന്റെ അവിടെ ഇത് കാണുമ്പോ നല്ലോണം വെള്ളം വന്നിട്ടുള്ളതായിട്ട് കാണാനുണ്ട്. നല്ല വെള്ളം ഉണ്ടായിരുന്നു. അതെ അല്ലേ? ഈ പാറയുടെ ഈ സൈഡില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം അതിനൊക്കെ വെള്ളം പോയി. ശരി. ചേട്ടന്റെ വീടാണുള്ളത്? ചേട്ടന്റെ പേര്? എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. അപ്പൊ ഉണ്ണികൃഷ്ണനായിട്ട് നമുക്ക് ഈ കാര്യം പറഞ്ഞു തന്നിട്ട്. ട്രാവൽ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് തൂമാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർഫോൾസിന്റെ വീഡിയോ ആണ്. അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയില്. ഈ കാണുന്ന വെള്ളം ഒക്കെ കാടിന്റെ ഉള്ളിൽ നിന്ന് ചെറിയ ഉറവകൾ വഴി പൊലിച്ചു വരുന്നതാണ് ഈ കാണുന്ന വെള്ളമൊക്കെ. റോഡും കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാരണം ബൈക്കും കാറൊന്നും വരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മളെ ഇവിടുത്തെ ചേട്ടനെ കണ്ടേ. അപ്പോൾ ചേട്ടൻ പറയണത് ഇവിടെ ആനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിശ്വസിച്ചില്ലേ, കാരണം നമ്മൾ പലതവണ ഇവിടെ വന്നിട്ടുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടെ പാടത്ത് ആന നിറഞ്ഞു പറഞ്ഞു. താഴത്തേക്ക് നടന്നിറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. കാരണം വെച്ചാൽ കല്ലും കട്ടയൊക്കെ അമ്മായിയൊക്കെ എടുക്കണേ. സ്ലിപ്പായി കഴിഞ്ഞാൽ വീണാൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ മഴ പെയ്തിട്ടാണെങ്കിൽ കൂടുതൽ അവസ്ഥ മോശമായിക്കണു. ഈ കല്ല് ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടിൽ കിടന്നിരുന്നില്ല. ഇവണത് വെള്ളം ഒക്കെ വന്നപ്പോഴേ മണ്ണൊലിച്ചു പോയിട്ട് ഇതല്ലേ ആ കാണുന്നതാണ് വാട്ടർഫോൾസ്. ഇതാണ് തൂമാനം വാട്ടർഫോൾസ്. അല്ലേ എന്താ രസം. നമ്മള് മേലെന്നേ കണ്ടില്ലേ, അത് വന്നിട്ട് ചാടുന്ന സ്പോട്ടാണ് കേട്ടോ ഇത്. അതിങ്ങനെ വെള്ളം വീണിട്ട് ഇങ്ങനെ ഈ സൈഡൊക്കെ പാടാണ്. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാണ് ഊത്രാളിക്കാവ്. ഇവിടെ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യമാണ്. കാരണം എന്താ വെച്ചാൽ അധികം ആഴമില്ല. അത് കാരണം കൊണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുളിക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടാഞ്ഞാൽ മതി. നാട്ടുകാർ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും നല്ല സൗഹൃദത്തിലുള്ള ആൾക്കാരാണ്.
കാര്യം വന്നിട്ട് ഇതാ കുപ്പിച്ചില്ലൊക്കെ ഉണ്ട് കേട്ടാ. ബീറും കുപ്പി അതേപോലെ തന്നെ മദ്യക്കുപ്പികളൊക്കെ പൊട്ടിച്ചിട്ട് ഇട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് നടക്കണവര് സൂക്ഷിക്കുക, ചെരുപ്പിട്ടിട്ട് നടക്കുക. കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോഴേ നമ്മള് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നീറ്റായി കിടക്കുമ്പോൾ വിചാരിക്കും എല്ലാ സ്ഥലത്തും നീറ്റാണെന്ന്. പക്ഷെ മണലില് കുപ്പി പൊട്ടി കിടക്കുമ്പോ അറിയില്ല അത് എവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ വരുന്നവര് ഈ വക പണികളൊന്നും ചെയ്യാതിരിക്കുക. ഏതെങ്കിലും ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ചിലപ്പോ ഈ പണി കിട്ടുക. കുട്ടികളിലൊക്കെ കാലുമ്പ് കയറിയുള്ള അവസ്ഥയിൽ ചോദിക്കുക, ഭയങ്കര വിഷമല്ലേ. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ ഒരു സമയത്ത് വരുമ്പോഴേ ഇവിടെ ഈ ഒരു സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ മഴ പെയ്തിട്ട് ഇവിടുത്തെ മണ്ണൊക്കെ ഒലിച്ചു പോയിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കോലമായിട്ടുള്ളതാണ്. മറ്റത് ഇങ്ങനെ ഒരു ഏരിയ പാറയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിന്റെ മേൽഭാഗത്ത് കൂടെ പോയാൽ ചെറിയൊരു വ്യൂ കാണാൻ പറ്റും തോന്നുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ വന്നിട്ട് ഈ പാറ മുകളിലേക്കൊന്നും കയറാതിരിക്കണമെന്നല്ല കേട്ടോ. കാരണം ചെറിയ തോതിൽ വഴുക്കലുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഈ വിഷ്വൽ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് എടുത്ത് കയറിയതാണ്. നേരെ ആ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്തും. ബൈക്കൊക്കെ നമ്മൾ വന്ന വഴിക്ക് എത്ര സ്ഥലത്തിന് വെക്കാം. പാറമുളിക്ക് ഇങ്ങനെ കയറാം, പക്ഷെ ചെറിയൊരു ടാസ്ക്കാണ്. കണ്ടില്ലേ, ഈ വഴിയാണ് ഞങ്ങൾ കയറി വന്നു. നിങ്ങളിത് വഴിയൊന്നും പോകണ്ടട്ടാ. നിങ്ങൾ നേരെ ഇതിന്റെ തൊട്ടപ്പുറത്തൂടെ നമ്മൾ ഇറങ്ങിപ്പോയ സ്ഥലമല്ലേ, അതിൽ കൂടെ കയറി പോയാൽ മതി. ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സാഹസം കാണിച്ചാ. നേരെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാലേ ഇങ്ങനെ ഒരു ആൽമരം കാണാം നേരെ. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ ബൈക്ക് വെക്കുക, നേരെ ആലിന്റെ ചോട്ട് കൂടെ ഉള്ള വഴി. അങ്ങനെയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതാ അവിടെ അതിനുള്ള സെറ്റപ്പ് ഉണ്ട്, ഇതിലിടുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്ത വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.